തല നന്നായിട്ട് വേദന. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോന്ന്. ഓ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് നടന്നു പോവാ നിഷ. കാതലോവിയം പിറந்த മാളികை അയ്യോ കാതർക്കാ, രാവിലെ തന്നെ ഇത് തല തോർത്തൊക്കെ കിട്ടിയത് എങ്ങോട്ട്? അയ്യോ ഇത് മുറിഞ്ഞതാണല്ലേ, എന്തു പറ്റി? മൂക്കുത്തി വീണതാ. ഓ, ഒരു മൂക്കൂത്തി തലമണ്ട വന്നു വീണ് തലമണ്ട പൊട്ടുവെങ്കി അത്രയും വലിയ മൂക്കൂത്തി എനിക്കൊന്ന് കാണണം. എവിടെ ആ മൂക്കൂത്തി? എവിടെ എവിടെ? അതൊന്നും അല്ല ബാലപ്പ, പിന്നെ ഹെഡ് ചെയ്തപ്പോ പറ്റിയതാ. ഹെഡ് ചെയ്താ? ഇങ്ങേര് വലിയ ഫുട്ബോൾ ചാമ്പ്യൻ അല്ലേ, പൊങ്ങി വന്നൊരു ബാള് ദാ ഇങ്ങനെ ഹെഡ് ചെയ്തപ്പോ പറ്റിയതാ. തലയ്ക്ക് ചെറിയൊരു പൊട്ടല്. അല്ല ഇരുമ്പിന്റെ ബോളായിരുന്ന? സാധാരണ റബ്ബർ ബോൾ ആയിരുന്നു. രണ്ടും ഒരുപോലെ ആയിരുന്നോണ്ട് ഇത്രേ പറ്റിയുള്ളൂ. ഈ വയസ്സുകാലത്ത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. ആ അതെങ്ങനെ പറഞ്ഞ കേക്കണ്ടേ? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇത്തിരി കൂടുതലാ ഇങ്ങേർക്ക്. ആ സ്പിരിറ്റിന്റെ മണം ഉണ്ട്. അത് മരുന്നിന്റെ. ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിക്കേ. കാതർക്ക, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഫുട്ബോൾ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആരോടും പറയരുത്. സത്യം ചെയ്തതാ. സത്യം ആരോടും പറയില്ല. അതല്ലെന്നേ, വൈഫ് തലേ കൈവച്ച് സത്യം ചെയ്തതാ. ദൈവമേ, ഒരു സത്യം ചെയ്തപ്പോ ഇത്രയും പറ്റിയാ? ഇത് കൊള്ളാം. എന്റെ ഭാര്യ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ള കാര്യം കല്യാണത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. മേലിൽ ദേഹോപദ്രവം ഏൽപ്പിക്കില്ലെന്ന് പറഞ്ഞ് ഇന്നലെ തലക്കടിച്ച് സത്യം ചെയ്തതാ. അതായി കാണുന്നത്. നിനക്കറിയോ 8 സ്റ്റിച്ച് ഉണ്ട്. നിന്റെ കല്യാണക്കാര്യം വല്ലതായോ? ഇല്ലില്ല. നീ രക്ഷപ്പെട്ടു. സാധിക്കുമെങ്കിൽ കല്യാണമേ കഴിക്കാതിരിക്കുന്നതാ ബാലപ്പ നിന്റെ ആയുസിന് ആരോഗ്യത്തിന് നല്ലത്. അവള് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും? കോളനിയുടെ വാർഷിക ആഘോഷം അടുത്ത മാസം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ മരുന്ന് അവിടെയില്ല. കാണത്തില്ല. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഈ പ്രാവശ്യം നല്ല പ്രോഗ്രാമുകളൊക്കെ വെക്കണം. ഞങ്ങളും അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നല്ലേ. പിന്നെ ഞങ്ങളൊരു കമ്മിറ്റി വിളിക്കുന്നുണ്ട്. 2 പേര് നിർബന്ധമായിട്ട് ആ കമ്മിറ്റി പങ്കെടുത്തിരിക്കണം. ജീവനുണ്ടെങ്കിൽ വരാം. വന്നാ മതി. സത്യൊന്നും വേണ്ട, നീ നടക്ക്. എന്നെ നീ പരിവാക്കി. ഒന്നാമത് അവന് കഷണ്ടി തലയും കൂടി. കല്യാണം കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ പേടിയാ. ഈ കോളനിലെ ഭർത്താക്കന്മാരുടെയൊക്കെ ഓരോ ദുർവിധികളെ ഒന്നും കാണാൻ എനിക്ക് വയ്യ ഭഗവാനേ. ഇപ്പൊ ഒന്നും കാണാൻ വയ്യ. കേട്ടോ ബാലപ്പ, ഈ കോളനി എന്നല്ല ഈ ഭൂലോകത്തെ 90% വരുന്ന ഭർത്താക്കന്മാരുടെ സ്ഥിതി വളരെ സംഭ്രമജനകമായ അവസ്ഥയിലാണ്. അതെനിക്ക് തോന്നി. നീ എൻ്റെ വിശ്വസ്ത അനുചരനായതുകൊണ്ട് പറയുകയാണ്. ഞാൻ നീക്കുപോക്കിനെയൊക്കെ കുറിച്ച് പറഞ്ഞത് വെറുതെയാ. എനിക്ക് തോന്നി. ഈ ഭവനത്തിൽ മേധാവി ഞാനല്ല, അവളാ. ഞാൻ മനസ്സ വാച കർമ്മണ അറിയാത്ത പല കാര്യങ്ങൾക്കും വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്തുവാന്ന് വെച്ചാൽ എല്ലാം ഞാൻ സഹിക്കുക. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി പോയില്ലേ. കുടുംബത്തിനെ നയിക്കാൻ കഴിയാത്തവൻ എങ്ങനെ നാടിനെ നയിക്കാൻ കഴിയുമെന്ന് പബ്ലിക്ക് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടോ പറയാൻ? അതുകൊണ്ട് മാത്രമാണ് ബാലപ്പ ഞാൻ വഴക്കിനൊന്നും പോകാതെ ഒതുങ്ങിക്കൂടി കഴിയുന്നത്. നാളെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഇതുപോലുള്ള കന്നം തിരുവാങ്ങണ എന്റെ അടുത്ത് പറഞ്ഞ ഒറ്റെണ്ണം വെച്ച് കൊടുക്കും ഞാൻ. അവക്ക് വരച്ച വരെ നിർത്താൻ എനിക്കറിയാം. ഡേ, കല്യാണത്തിന് മുമ്പ് ഞാനും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. നീ ഇപ്പൊ ഒരു വരച്ച വരയെ കുറിച്ച് പറഞ്ഞു. ആ വര എങ്ങനെ എവിടെ വരയ്ക്കണമെന്ന് അവസാനം അവള് തീരുമാനിക്കും. അതാണ് ഭാര്യ. ഈ ഭാര്യയുടെ ഭായിൽ തന്നെ ഒരാട്ടിന്റെ തൊലിയുണ്ട്. ആട്ടിന്റെ തൊലിയാ? ഓ, പറയുന്നില്ലേ ആ തൊലി ഉണ്ടെന്ന്. അല്ല ആശാനെ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നിനക്കോ ഐഡിയയോ? പറ എന്തുവാ? അല്ല, ഈ നാട്ടില് എല്ലാവർക്കും സംഘടനയുണ്ട്. അതിൽ കൂടുതലും സ്ത്രീ സംഘടനകളാണ്. എല്ലാം വിമോചന പ്രസ്ഥാനങ്ങളും. ഭാര്യ പീഡനത്തിന് ഇരയാകുന്ന ഹതഭാഗ്യവാന്മാരായ ഭർത്താക്കന്മാരുടെ ഒരു കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിച്ചാലോ? അതാവുമ്പോ ഭർത്താവിന് അവന്റെ അസ്തിത്വം തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ. അവസാനം അസ്ഥി പറക്കാൻ ഭാര്യമാര് വരേണ്ടി വരും. അതില്ല. ഉദാഹരണത്തിന് ആശാനെ പോലെ വഴക്കും വക്കാണവും ഉണ്ടാക്കണ്ടെന്ന് കരുതി ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന പാവം ഭർത്താക്കന്മാരെ ഒന്ന് സംഘടിപ്പിച്ചു ഒരു പ്രസ്ഥാനം നമുക്കുണ്ടാക്കിയാലോ? പിന്നെ 55 വയസ്സിന് മേളിലുള്ളൊരു മതി. കാരണം പെൻഷൻ പറ്റിയതിന് ശേഷമാണ് പീഡനത്തിന്റെ തീവ്രത കൂടി വരുന്നത്. ഒരുപാട് അംഗങ്ങൾ കൂടാൻ സാധ്യതയുള്ളൊരു സംഘടനയാണിത്. അതുകൊണ്ട് ആദ്യം 4 or 5 പേരെ വെച്ച് ഒരു ചെറിയ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ബാലപ്പ നീ ആളെ സംഘടിപ്പിച്ചോ. അത് ഞാൻ ഏറ്റെന്ന്.
ബാലപ്പനെ പോലുള്ള അവിവാഹിതനായ ഒരാൾക്ക് ഇത് സമചിത്തതയോടെ സംഘടിപ്പിക്കാൻ പറ്റും. ആശ നോക്കൂ, ഈ സംഘടന ഈ 7-14 ലോകത്തും അറിയപ്പെടും. ആ കാര്യമൊക്കെ ശരിയാ. തൽക്കാലം ഭാരതി ഇത് അറിയണ്ട. ആയി. ഇങ്ങേരുടെ ചെവിയിലാണ് ഇത്ര നേരം ഞാൻ കിന്നരം വായിച്ചത്. ഛേ, അയ്യേ. എന്താ ബാലപ്പ? ഒന്നുമില്ല ചേച്ചി. ഉം. ഹലോ. ആ ഖാദറല്ലേ? ആ ആ അപ്പോ കാര്യങ്ങളൊക്കെ ബാലപ്പം പറഞ്ഞ് അറിഞ്ഞിരിക്കുമല്ലോ. അതെ, ഞാനും ഖാദറും ഒക്കെ ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണേ. വഞ്ചിയിലെ യാത്രയാ? നമ്മളെന്താ വഞ്ചിയിൽ യാത്ര ചെയ്ത്? ഓ, വഞ്ചിനാട് ട്രെയിനാണോ ഉദ്ദേശിച്ചത്? ഓ എടോ ഖാദറ, ഇത് ഞാനാ, രവിചന്ദ്രൻ. ആ, ബാക്കി കാര്യങ്ങൾക്ക് ബാലപ്പം വന്ന് പറയും. എന്തോന്ന കാര്യം? എല്ലാം വിശദമായിട്ട് ബാലപ്പം വന്ന് പറയുമെന്ന്. എന്നാ ഒരു ക്ലൂ താന്ന്. ക്ലൂ ക്ലൂ അല്ല, ആരാ ഫോണില്? അതെ എന്തോന്ന മനുഷ്യ ഫോൺ എടുത്ത് ക്ലൂ ക്ലൂ എന്ന് പറയുന്നേ? അതെ, ഒരാള് വിളിച്ചു ചോദിക്കുന്നു ക്ലൂവിൽ തുടങ്ങുന്ന ഒരു പാട്ട് വേണമെന്ന്. ക്ലൂവിൽ തുടങ്ങുന്ന പാട്ടോ? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ ഇപ്പൊ പിടികിട്ടി. ആ. ഹലോ, ഒരു പാട്ടുണ്ട് ക്ലൂവിൽ തുടങ്ങുന്നത്. ആ എന്നാ പാട്ട് കേട്ടോ. ക്ലാ 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 തീവണ്ടി, ക്ലൂ 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 തീവണ്ടി, ക്ലൂകിപ്പായും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, ക്ലാക്കരി തിന്നും തീവണ്ടി. ആ അല്ലെങ്കിൽ വേറൊരു പാട്ട് പറഞ്ഞു തരാം. വേറൊരു പാട്ട്. ആ, എന്ത്? ആ, ക്ലുയിലിന്റെ മണിനാദം കേട്ടു, ക്ലാറ്റിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല ക്ലൂ പോലെ. മതിയാ? നിനക്കെന്താ വട്ട് പിടിച്ചാ? അവന്റെ കാര്യം രാവിലെ ഓരോന്നിറങ്ങും. ദേ, നിങ്ങളോട് പാട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ ധൈര്യം കാണിച്ചതാരാ? ഞാനൊന്ന് ചോദിക്കട്ടെ. വേണ്ട വേണ്ട. സത്യം പറ, ഇത് അവളല്ലേ വിളിച്ചേ? ആര്? ആ ബിന്ദുറാണി. നിന്നാണ് ദേ, സത്യം. എന്നെ കൊണ്ട് വെറുതെ കള്ളസത്യം ചെയ്യല്ലേ? എങ്കിൽ എന്നാണ് സത്യം? ഞാൻ തൊലഞ്ഞു പോട്ട്. ഈ ടെലിഫോണാണ് സത്യം. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ച നീ ഒന്ന് വിശ്വസിക്ക ഭാരതി, വിശ്വസിക്ക്. നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ. ഈ കാര്യം വിളിച്ചപ്പോ തന്നെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എന്ന് പറഞ്ഞ അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫോണിൽ കൂടെ പറയും? ഭാരതി എടുത്തുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ താൻ ക്ലൂ ചോദിച്ചപ്പോൾ ക്ലൂകിപ്പായും തീവണ്ടി എന്നൊക്കെ ഞാൻ പാടിക്കളഞ്ഞത്. അത് ശരി. അപ്പൊ തനിക്കും ഭാരതീയ പേടിയുണ്ടല്ലേ? എടോ, എന്നെ അത്രയ്ക്കങ്ങ് ചീപ്പാക്കൊന്നും വേണ്ട. ഇയാടെ ബമ്പർ നോത്തി ഇയാടെ ഗൂണ്ടുകൾ ഇറക്കി ഇയാളെ തല്ലി ചതച്ച കഥയൊക്കെ എനിക്കറിയാം. ഏയ്, മലർന്ന് കിടന്നോണ്ട് തുപ്പാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കള്ളക്കാതറേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലോ. നമ്മളെ പെണ്ണുങ്ങളെ പോലെ ആകരുത്. ഒരുമ വേണം. എരുമേ? ഒരുമ വല്ലം പറയുന്നെങ്കിൽ ഉറക്ക പറയണം. എന്റെ ചെവി രണ്ട് അടച്ചു വെച്ചിരിക്കുക അവന്മാര്. അല്ല, നമ്മുടെ ബാലപ്പനെ ചാക്കോച്ചനെയും മാത്തപ്പനെയും കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. മാത്തന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വൈകും. അതെന്താ? മാത്തന്റെ വൈഫ് കോൺസ്റ്റബിൾ മേരി പിടിച്ചു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യും. എവിടെ, എങ്ങോട്ട്, എന്തിന്, ആരൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് വിവരങ്ങളും അറിയാതെ മാത്തനെ അവള് പുറത്തോട്ട് വിടുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. നമ്മക്കറിയാവുന്നല്ലേ. ദാ വന്നല്ലോ. ആ, ഒരാളെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓ, ആ മേരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റ പാട്. 7 മണിക്ക് മുമ്പേ തിരിച്ചു കൊണ്ടുചെല്ലാതെ എഴുതി കൊടുത്തിട്ടാണ് എന്റെ കൂടെ വിട്ടത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യയെക്കാളും ഭയങ്കര സ്ട്രിക്റ്റാ. ഭാര്യ പീഡനത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഒരു കറുത്ത മാലാകെ പോലെ ഈ ബാലപ്പം വന്നത്. ഈ കോളനിയിൽ ഇതുപോലെ മാനസിക പിരിമുറുക്കത്തിൽ നട്ടം തിരിയുന്ന ഹതഭാഗ്യരായ ഭർത്താക്കന്മാർ ഒരുപാടുണ്ടെന്നേ. നമുക്ക് എല്ലാരെയും ഒന്ന് പങ്കെടുപ്പിക്കണം. അതിപ്പോ പങ്കെടുപ്പിക്കാം. നാളെ എന്തെങ്കിലും ഒഴിവ് കിഴിവ് പറഞ്ഞ് എല്ലാവരും വൈകുന്നേരം 4 മണിക്ക് മീറ്റിംഗ് വരണം. എവിടെ വെച്ച്? അതിപ്പോ തൽക്കാലം ഇവിടെ വെച്ച് തന്നെ അത് മതി, അത് മതി.
ഭാരതി നാട്ടിലേക്ക് പോയിരിക്കുക. അവളോട് ഞാൻ AKCPയുടെ മീറ്റിംഗ് ആണെന്ന് കള്ളം പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുക. അതെ, ഇവിടെ ആകുമ്പോ ആരും സംശയിക്കത്തില്ല. അഥവാ ആരുടെങ്കിലും ഭാര്യമാര് കയറി വന്ന പാർട്ടിക്കാരെടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ അങ്ങനെയാണെങ്കിൽ നാളെ 4 മണിക്ക് എന്റെ വസതിയിൽ വെച്ച് തന്നെ കൂടാം. അത് തന്നെ. അഖില കേരള ഭാര്യ പീഡിത പത്ര സമ്മേളനം. തുല്യ ദുഃഖിതരെ, നിന്ദിതരെ, പീഡിതരെ, സ്വന്തം ഭാര്യമാരിൽ നിന്നും പല പ്രകാരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ വനരോധനങ്ങളും ഗദ്ഗതങ്ങളുമായി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാർക്ക് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനും പ്രശ്നങ്ങൾ ധീരമായി നേരിടുവാനും കരളുറപ്പ് നേടുവാനുമായി ഭാര്യാവിമോചന മുന്നണി ഉണ്ടാക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് അവിവാഹിതനും ധീരനുമായ ശ്രീ ബാലപ്പനാണ്. താങ്ക് യു. ഹലോ. ഒരു വിവാഹിതന്റെ ദുരവസ്ഥ ഒരു അവിവാഹിതന്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയെങ്കിൽ ഒരു വിവാഹിതന്റെ വേദന എത്രമാത്രം വലുതാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ട. കമ്മിറ്റിയുടെ നയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്റെ വീട് പിക്കറ്റ് ചെയ്യാം, എന്നിട്ടൊരു കിടുക്കൻ ജാഥ നടത്തണം. ഈ കോളനിയിലെ ഭാര്യമാർ ഞെട്ടണം. തനിക്ക് ഒരിക്കലടി കിട്ടിയത് പോരെ. ഖാദറിന്റെ വീട് ഞങ്ങളൊക്കെ കൂടെ പിക്കറ്റ് ചെയ്താൽ അത് പ്രശ്നമാകും. ആദ്യം ഖാദർ ഒറ്റയ്ക്ക് വീട് പിക്കറ്റ് ചെയ്യട്ടെ. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ കാതറിക്ക തലയിലെ വെച്ചുകെട്ടുമായിട്ട് നമ്മുടെ മുമ്പിൽ ഒന്നും നിൽക്കില്ലായിരുന്നു. ഭാര്യമാരെ എതിർക്കാനുള്ള പരിശീലനം ആമിനെയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആമിനെ? ഏതാമിനെ? ആമിനല്ല, സ്റ്റാമിന. വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. എനിക്ക് ചെവിയായിട്ടൂടെ, അതറിയോ? ഭാര്യമാര് ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ചില ആജ്ഞകളൊക്കെ പ്രബലിച്ചാൽ അതിനെ നഖശിഖാന്തം എതിർക്കുവാനുള്ള പരിശീലനം ഭർത്താക്കന്മാർക്ക് നൽകുവാനുള്ള സംവിധാനം ഉണ്ടാവും. ഒരു നല്ല നിർദ്ദേശം കേണലിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാം. ഇനി ഇതുപോലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ആർക്ക് വേണമെങ്കിലും വെക്കാം. ഭാര്യ വഴക്ക് പറയുമ്പോ തിരിച്ച് ഭർത്താവിന് അങ്ങോട്ട് പറയാൻ ചില തെറി നമ്മൾ മുദ്രാവാക്യം നമ്മൾ തയ്യാറാക്കണം. അത് എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അതിന്റെ ഓരോ കോപ്പി എല്ലാവരും സൂക്ഷിക്കണം. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ഭാര്യ കോൺസ്റ്റബിൾ ആയതുകൊണ്ട് പറയുന്നതല്ല. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കിൽ കലാശിക്കുമ്പോ അവൾ എന്നെ ലോക്കപ്പിൽ കയറ്റി തല്ലും. ലോക്കപ്പിൽ കയറ്റി തല്ലുവോ? സ്വന്തം ഭർത്താവിനെയാ? ലോക്കപ്പ് വീട്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നെ കയറ്റി ഇടിക്കാൻ വേണ്ടി മാത്രം. അത് ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അപലപീയം. നമ്മളെയൊക്കെ ഭാര്യമാര് എന്നെ തല്ലിയിട്ടില്ല. അല്ല, ഞങ്ങളുടെയൊക്കെ ഭാര്യമാര് ഞങ്ങളെ തല്ലാറുണ്ട്. പക്ഷേ ലോക്കപ്പിൽ കയറ്റി തല്ലിയ ചരിത്രമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ സംഘടനയുടെ സഹായത്തിന് ഒരു ഹെൽപ്പ് ലൈൻ വേണം. ഇടികൊണ്ട് തളരുമ്പോ എനിക്ക് പലപ്പോഴും ഈ ആശയം ഇങ്ങനെ തോന്നാറുണ്ട്. അത് വേണം. ഒരു അവിവാഹിതനായ ബാലപ്പന്റെ ഫോൺ നമ്പർ തൽക്കാലം നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആത്മരക്ഷയ്ക്ക് തോക്കോ നാടൻ ബോംബോ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അത് വേണം. വേണം. അല്ല, അതിപ്പോ അത് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. സാധാരണഗതിയിൽ ചപ്പാത്തി വരുത്തുന്ന ഉരുളോ ചൂലോ തവിയോ ഇതൊക്കെ വെച്ചാണ് നമ്മളെയൊക്കെ തല്ലിയിട്ടുള്ളത്. കയ്യിൽ തോക്കോ ബോംബോ ഉണ്ടെന്നറിഞ്ഞാൽ ഇത് പിടിച്ചു വാങ്ങിച്ച് ആദ്യം പ്രയോഗിക്കുന്നത് ഇവളുമാരായിരിക്കും. അത് ശരിയാ. മർദ്ദനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു. ഞാനേ ഫ്ലാറ്റിലാ. ഫ്ലാറ്റ് ആണല്ലേ? അതല്ലെന്നേ, ഫ്ലാറ്റിലാ ഞാൻ താമസിക്കുന്നതെന്ന്. അതും 20ാമത്തെ നിലയില്. ഭാര്യ എന്നെ തല്ലാൻ വേണ്ടി വരുമ്പോ രക്ഷപ്പെടാൻ എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. താഴേക്ക് ചാടി രക്ഷപ്പെടാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല, അതിനൊരു വഴി. എന്റെ കയ്യിൽ ഒരു ഉഗ്രൻ പാരച്ചൂട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഖാദർ തന്നേക്കാം. വേണം, എനിക്കത് വേണം. പക്ഷേ ഡാമേജ് വല്ലതും ഉള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? താൻ ഒരിക്കൽ ആ പാരച്ചൂട്ടിൽ താഴോട്ടൊന്ന് ചാടി നോക്ക്. ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിയ കടയിൽ തന്നെ ഞാൻ കൊണ്ടു കൊടുത്ത് തനിക്കത് വേറെ മാറ്റി വാങ്ങി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾക്ക് ഭാര്യയിൽ നിന്നും മാനസികമായും ശാരീരികമായും ആഘാതമേൽക്കുമ്പോൾ നമ്മൾ ഭാര്യാവിമോചന മുന്നണിയിലെ അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്യണം. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് അവർക്ക് ബോധ്യമാകണം. എന്തായാലും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തപ്പോ എവിടെ നിന്നോ ഒരു ആവേശം കൈവന്നതുപോലെ
ഒരു 5 ലക്ഷത്തിന്റെ വെടിക്കെട്ട് കണ്ട പ്രതീതി. തുടങ്ങി അങ്ങാരുടെ ഒടുക്കത്തൊരു വെടിക്കെട്ട്. കേണല് പറഞ്ഞത് നേരാണ്. നമ്മൾ ഒരുമിച്ച് കൂടി എല്ലാ ദുഃഖങ്ങളും പരസ്പരം കൈമാറിയപ്പോൾ എവിടുന്നോ ഒരു ധൈര്യം കൈവന്നതുപോലെ ചോദിക്കാനും പറയാനും നമുക്കും ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ. ഷോ ഇതിനെന്തു പറ്റിയോ എന്തോ. ചേടാ ഇതൊന്നും ശരിയാവുന്നുമില്ലല്ലോ. ആ ചേട്ടാ ദേ ഈ ഗ്രൈൻഡർ കേടായി കിടക്കുന്നു. ദേ അവിടെ വെച്ചിരിക്കുന്ന ആ അരി ഉഴുന്ന് കല്ലിൽ വെച്ച് നരച്ചു തരുവോ? ചേട്ടന് അതൊരു എക്സർസൈസും ആയി. ദേ നിങ്ങൾ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇതൊന്ന് ആട്ടുകല്ലി വെച്ച് നരച്ചതാ. എനിക്ക് മനസ്സില്ല, ഞാനത് ചെയ്യില്ല. തീർച്ചയാണോ? തീർച്ചയാണ്. ഇതെന്നല്ല, നീ പറയുന്ന ഒരു ജോലിയും മേലിൽ ഞാൻ ചെയ്യില്ല. ഞാൻ പറയും, ഞാൻ ഓർഡർ ഇടും, ആജ്ഞാപിക്കും, അത് നീ ചെയ്യണം. അത് നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. നീ എന്നെ എന്ത് ചെയ്യും? സത്യം പറ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. വേണ്ടി വന്നാൽ ഇനി ഞാനത് ചെയ്യും. അയ്യോ, മര്യാദയ്ക്ക് പോയി അരിയരച്ച് വെക്കടി. മര്യാദയ്ക്ക് പോയി അരിയരച്ച് വെക്കടി. ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനോട് ഇവള് പറയുന്നത് കേട്ടില്ലേ? അരിയരച്ച് വെക്കാൻ. പോയി അരിയരച്ച് വെക്കടി. ദേ എന്നെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തോ ചെയ്യുമടി? ഇന്നീ രവിചന്ദ്രൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ പാവം ഭർത്താക്കന്മാർക്ക് ഉണ്ടടി ഒരു സംഘടന, സ്ത്രീ വിമോചന മുന്നണി. അതിന്റെ സാരഥിയാടി ഞാൻ, ഈ രവിചന്ദ്രൻ. എല്ലാം എനിക്ക് മനസ്സിലായി. ഇതെല്ലാം അവള് പറഞ്ഞിട്ടല്ലേ? ആര്? എവിടുന്നാടി? ആ ബിന്ദുറാണി. ബിന്ദുറാണി, ബിന്ദുറാണി, ബിന്ദുറാണി എന്ത് പറഞ്ഞാലും അവർക്ക് ബിന്ദുറാണി. എടി നിന്നെ ഞാൻ. അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ എന്നെ കൊല്ലല്ലേ. എന്താ എന്തു പറ്റി? ഇതെന്തോന്നാ ഈ കിടന്ന് കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ കട്ടിലേ കിടന്നിരിക്കുന്നേ മനുഷ്യ? ഇങ്ങോട്ട് എണീക്ക്, ഇങ്ങോട്ട് എണീക്കാൻ. അയ്യോ ഇങ്ങോട്ട് എണീക്ക് മനുഷ്യ. നിങ്ങൾ എന്തിനാ ചുമ്മാ കട്ടിലിട്ട് കൈയിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ? എടി ഞാനൊരു സ്വപ്നം കണ്ടു. എന്തോന്ന് സ്വപ്നം? ഒരു സിംഹവും ഞാനുമായി മൽപ്പിടുത്തം നടത്തുന്നത്. നീ വിളിച്ചുണർത്തിയത് നന്നായി. അല്ലെങ്കിൽ ഞാൻ സിംഹത്തിനെ അടിച്ചു കൊല്ലും. സിംഹം കടിച്ചതായിരിക്കും കയ്യിലല്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ മനുഷ്യ. അയ്യോ എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ അയ്യോ അയ്യോ, കാലമാടത്തി ഉറങ്ങിയോ? അയ്യോ ഇതെന്ത് പറ്റി? ഭാര്യയുമായിട്ടുള്ള ഒരു ഘോര സംഘട്ടത്തിനിടെ പറ്റിയതാ. അയ്യോ കൈ പിടിച്ച് തിരിച്ചളഞ്ഞല്ലോ. തിരിച്ചതും പിഴിച്ചതും ഒന്നും അല്ല. ഇന്നലെ ഞാൻ ഭാര്യയെ കണക്കിന് മറന്നു. ചില നേരത്ത് ബഹുമാനമില്ലാതെ സംബോധന ചെയ്ത് കളയും. എനിക്കാണെങ്കിൽ നാക്കിന്റെ അറ്റത്ത് ആ ദേഷ്യം കൊടുത്ത് ഞാൻ 4-5 എണ്ണം. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. എല്ലാവരും എന്നെ പോലെ ഭാര്യമാരെ എതിർത്ത് തുടങ്ങിയോ? എതിർത്ത് തുടങ്ങിയൊന്ന് കമ്മിറ്റി കഴിഞ്ഞ് ഫ്ലാറ്റിൽ ചെന്ന ഉടൻ തന്നെ ഞാൻ അവളോട് എതിർത്തു. ഓഹോ, എന്നിട്ട്? നിങ്ങൾ എവിടെ പോയിരുന്നു മനുഷ്യ ഇത്രയും നേരം എന്ന് അവൾ എന്നോട് ഒരൊറ്റ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോ തന്നെ പെരുവിരലിന്ന് ദേഷ്യം കേറി കേറി വന്നു. എന്റെ ഈ പെരുവിരൽ സാധാരണ ദേഷ്യം വരുമ്പോ ഇവിടെ എരച്ചങ്ങനെ കേറുന്നത്. എവിടെ പോയി കിടന്നു മനുഷ്യാന്നൊരൊറ്റ ചോദ്യം ചോദിച്ചതും ഞാനൊരൊറ്റ പൊട്ടിത്തെറിയ. നീ ആരാടി ചോദിക്കാൻ? പെട്ടെന്ന് കഥക് വലിച്ചൊരൊറ്റ അടക്കല്. അവള് വിചാരിച്ചു ഞാൻ കഥക് തുറന്നു കിട്ടാൻ അവിടെ കിടന്ന് കെഞ്ചൂന്ന്. ഞാൻ വിട്ടില്ല. കഥ കടഞ്ഞത് പതിയത ഇങ്ങനെ ബാക്കിലേക്ക് 2-3 സ്റ്റെപ്പ് വെച്ച് മുന്നോട്ടാഞ്ഞ് രണ്ട് തുണ്ടായിട്ട് പോയി ഇല്ല. ഞാൻ ആ ഇടനാഴിയില്
വേറെ നിലത്ത് കിടന്നങ്ങ് ഇറങ്ങി. കൊല്ല്. നമ്മൾ തോറ്റെടുക്കാൻ പാടില്ലല്ലോ. ഇങ്ങോട്ട് മാറ്. മിസ്റ്റർ മാത്തപ്പൻ, Yes? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ഇന്നലെ ലോക്കം വർദ്ധനൊക്കെ ഉണ്ടായിരുന്ന? ഉണ്ട്. പക്ഷെ അവളെ എതിർക്കാനുള്ള ത്രാണി ഇപ്പൊ എനിക്കില്ല. എതിർക്കണം. അതിനുള്ള ട്രെയിനിങ് ഞാൻ തരാം. അടുത്തത് ഇങ്ങോട്ട് മാറാ. മിസ്റ്റർ കേണൽ, Yes. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ടൊരു ട്രെയിനറെ കണ്ടുപിടിക്കും. എന്റെ ദൈവത്താണ് ഞാൻ ഒരു കാര്യം പറയാം. ഭാര്യമാരെ എതിർക്കാൻ പറ്റുന്നവർ മാത്രമേ കമ്മിറ്റി മതി. അപ്പൊ ഞാൻ ഇല്ല. ഒരു മിനിറ്റ്. ഹലോ, അതെ. എന്താ എന്താ ശരി ശരി ശരി. എന്താ എന്താ അച്ഛൻ എന്താ കാര്യം? കുഴഞ്ഞു. എന്താ കുഴഞ്ഞെന്ന്. എന്തുവാ ഇത് പറയുന്ന? ഭാരതീയെ മർദ്ദിച്ചതിന് എന്റെ അളിയന്മാര് എന്നെ ഭീഷണിപ്പെടുത്തിയത്. അവര് എന്നെ എടുത്തോളാം എന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. യുദ്ധരംഗത്ത് വീര ജവാന്മാർക്ക് മിനിറ്റ് വെച്ച് ധൈര്യം പകർന്നു കൊടുക്കുന്നവനായി കേണൽ. ഭാരതിക്ക് ഞാൻ ആരാണെന്നും ഞാനൊരു നിസാര വ്യക്തിയല്ല എന്നും അവക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ വീടങ്ങ് പിക്കറ്റ് ചെയ്യാം. അതോടെ അവളുടെ സംശയവും അഹങ്കാരവും അനാദരവും ഒക്കെ അങ്ങ് മാറും. എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് വേണ്ടി സംസാരിക്കാൻ 4 പേരുണ്ടെന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നേതാവ് പേടിക്കാതിരിക്കണം. ഈ സമരം നിരുപദ്രവകാരികളായ പാവം ഭർത്താക്കന്മാരുടെ ഐക്യത്തിന്റെ പടപ്പുറപ്പാട്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ സമരത്തിന്റെ നോട്ടീസ് കൊടുക്കണം. വേണം. അവളൊന്ന് ഞെട്ടട്ടെ. നോട്ടീസ് മിസ്സിസ് രവിചന്ദ്രന്റെ കയ്യിൽ ആര് കൊടുക്കും? സംശയം എന്താ? ഇത് താൻ തന്നെ കൊടുക്കണം. ഏയ്, ഞാൻ പറഞ്ഞില്ല അതങ്ങ് പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ആണുങ്ങൾ നേർക്ക് നേർ നിന്നേ പോരാടൂ.